ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം എല്ലാവർക്കും. അപ്പോൾ സി എവറി വേർഡ്, എവറി ഫ്രേസ്, എവറി സെന്റൻസ്, എവറി ഫനാറ്റിക്സ്, everything that that you say is affecting or rearranging or manipulating or manifesting or whatever you say. It is really, really affecting your energy. Even നമ്മുടെ തോട്ട് പോലും മതി ലൈക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി. കേവലം ഈ ഒരു സെന്റൻസ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സെന്റൻസ്, അല്ലെങ്കിൽ പെർട്ടിക്കുലർ വേർഡ്, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഫ്രേസ്, ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് എഫക്റ്റ് ചെയ്ത്, നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാക്കാൻ പറ്റുന്നതൊക്കെ. അപ്പോൾ ശരിക്ക് സി നമുക്ക് ഇതൊക്കെ നമ്മൾ ചില പർട്ടിക്കുലർ വേർഡ് അല്ലെങ്കിൽ പർട്ടിക്കുലർ സംഗതി നമ്മൾ ഡിവൈനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളെ ഒരു തോട്ടിൽ, നമ്മളൊരു മനസ്സിൽ അതിനെ വിചാരിക്കുന്ന ഒരു ഡിവൈനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ പുറത്ത് വിടുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന, നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്പിരിറ്റിൽ ഉണ്ടാകുന്ന, ആ ഒരു പർട്ടിക്കുലർ സമയത്ത് ഉണ്ടാകുന്ന തോട്ട് ബ്രേക്ക് ചെയ്ത് വേറൊരു ഫ്രീക്വൻസിയിലേക്ക് മാറുകയാണ്. അപ്പോൾ ആ ഒരു റിപ്പീറ്റേഷൻ നമുക്കുണ്ടാകുന്ന ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സൈക്കിളിൽ അത് അവിടെ ബ്രേക്ക് ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ട് ആ ഒരു സൈക്കിൾ, അതായത് നമ്മൾക്ക് ടെൻഷൻ തരുന്ന, അല്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട്, ദുഃഖമൊക്കെ തരുന്ന ഒരു സൈക്കിളിലായിരിക്കും നമ്മൾ ഉണ്ടാകുക സ്വാഭാവികമായിട്ട്. അപ്പോൾ ആ ഒരു സൈക്കിളിലാണ് നമ്മൾ എന്താക്കുന്നത് പറഞ്ഞാൽ, ഈ ഒരു ഫ്രീക്വൻസിയിലുള്ള ഈ ഒരു വെർബ്, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ സെൻറ്റൻസ്, ഈ ഒരു പർട്ടിക്കുലർ ഫ്രേസ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫനാറ്റിക്സ് ഉച്ചാരണം, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സമയത്ത് ആ ഒരു പർട്ടിക്കുലർ സൈക്കിൾ ബ്രേക്ക് ചെയ്ത് നമ്മൾ എന്താകും, വേറൊരു സൈക്കിൾ, അതായത് ഡിവൈൻ ആയിട്ടുള്ള ഒരു സൈക്കിളിലേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ പ്രപഞ്ചവുമായി കണക്ട് ചെയ്യുക. നിങ്ങൾ പ്രപഞ്ചത്തിൻ്റെ എനർജിയായി മാറുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് സിങ്ക്രണൈസ് ചെയ്ത് നല്ലൊരു എനർജിയായിട്ട് ഓട്ടോമാറ്റിക്കലി മാറുകയാണ്.